പക്ഷിനെ ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റ് ഈ കോഡ് വശം തമ്മിൽ മടക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയില്ല. ഈ കൂടുതൽ നിൽക്കണ ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ മൂലവശം ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു വശം ഇങ്ങനെ നിവർത്തിയിട്ട് ഈ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഫ്രണ്ടിലേക്ക്. അതുപോലെ തന്നെ അപ്പുറത്തെ വശം ചെയ്യണം. അപ്പുറത്തെ വശം സെന്റർ ഭാഗം കറക്റ്റ് ആക്കിയിട്ട് നടുഭാഗം കറക്റ്റ് ആക്കി സെന്റർ ആക്കിയിട്ട് അടിയിലേക്ക് മടക്കി കൊടുക്കുക. ഇതിപ്പോ ഇങ്ങനെ മടക്കി കൊടുത്തപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഈ ഓപ്പൺ ആയ വശം ഈ സെന്റർ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഇതിപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇവിടെ കിട്ടി. ഇനി അതുപോലെ തന്നെ മറുപുറം ഇങ്ങനെ ചെയ്യണം. ആദ്യം ഈ വശം സെന്ററിലേക്ക് മടക്കി കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ വശം സെന്ററിലേക്ക് മടക്കി കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ ഈ കൂടുതൽ നിൽക്കണ ഭാഗം നമ്മൾ ആദ്യം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് ഒന്ന് ജോയിന്റ് ആക്കുക. അതിന് ശേഷം ഇത് തുറന്നിട്ട് മുഴുവനായിട്ട് ഓപ്പൺ ആക്കുക. മുഴുവനായി ഓപ്പൺ ആക്കിയിട്ട് ഈ സെന്റർ വശത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് മടക്കി കൊടുത്തത് അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ വശം ഈ തെറിച്ച് നിൽക്കണ കൂടുതലുള്ള ഭാഗം ഉള്ളിലേക്ക് ഒന്ന് ജോയിന്റ് ആക്കി കറക്റ്റ് ആക്കി പിന്നെ നിവർത്തിയിട്ട് ഫുള്ളായിട്ട് നിവർത്തുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മറുവശം ചെയ്ത പോലെ തന്നെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ നിക്കണ ഈ വശം നമുക്ക് ഇങ്ങനെയാവണ വശം ഇങ്ങനെ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ജോയിന്റ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള വശം നമ്മളിത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇതിന്റെ കൊക്ക് വശത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇവിടെ. അപ്പൊ നമുക്ക് ഫിനിക്സ് പക്ഷിയുടെ തലഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വാല് ഭാഗമാണ് ഒന്ന് ശരിയാക്കളെ. അതിന് സൈഡ് എടുക്കുക. റൈറ്റ് സൈഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ വാല് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. വാല് വശം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തു. അപ്പൊ ഫിനിക്സ് പക്ഷിയുടെ വാലും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ 2 ചിറകുകളും ഇങ്ങോട്ട് മറച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫിനിക്സ് പക്ഷി തയ്യാറായി.